നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നാം പലപ്പോഴും ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നും. എന്നാൽ സത്യത്തിൽ നാം ഒറ്റയ്ക്കല്ല. അദൃശ്യമായ പല ശക്തികളും കണ്ണുകളും നമ്മെ എപ്പോഴും പിന്തുടരുന്നുണ്ട്. ഇതൊരു പൊതുവായ മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ടാവും. അത് പുറത്തുള്ള ശത്രുക്കളാകാം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ നമ്മുടെ കൂടെയുള്ളവർ തന്നെയായേക്കാം. ഇന്ന് നാം പരാമർശിക്കാൻ പോകുന്നതും നിങ്ങൾക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ മോചിതരാവാം എന്നതിനെക്കുറിച്ചുമാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്തണമെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള ആളുകളെ തിരിച്ചറിയാനുള്ള വിവേകം അത്യാവശ്യമാണ്. രഹസ്യ നിരീക്ഷണങ്ങളും നെഗറ്റീവ് ചിന്താഗതികളും നാം തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആരോ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ നിങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം അവർ അന്വേഷിക്കുന്നു. പക്ഷേ ഇത് പരസ്യമല്ല, മറിച്ച് വളരെ രഹസ്യമാണ്. അവർ ചെയ്യുന്നത് നിങ്ങൾ അറിയാൻ പാടില്ലെന്ന നിർബന്ധം അവർക്കുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണുള്ളത്. നിങ്ങളുടെ വിജയങ്ങളോ നിങ്ങളുടെ നല്ല സ്വഭാവമോ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ അവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെടാത്തതും. ആ കഴിവിനെ അവർ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അതായത് ഇത്രയേറെ നെഗറ്റീവുകൾക്ക് നടുവിൽ നിങ്ങൾ അതിജീവിക്കുന്നത് തന്നെ നിങ്ങളുടെ ആന്തരിക ശക്തിയും. നിങ്ങൾ ഇപ്പോൾ പഴയ ആളല്ല. നിങ്ങളിലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം ശക്തികളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയും ലഭിച്ചു കഴിഞ്ഞു. എനിക്ക് എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ഇനി ആര് എന്ത് പറഞ്ഞാലും എനിക്ക് മുന്നോട്ട് പോയേ മതിയാവെന്ന ഉറച്ച തീരുമാനത്തിലാണിപ്പോൾ നിങ്ങൾ. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ടാവാം. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രമേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുന്നത്? ഈ പ്രപഞ്ചം എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? സുഹൃത്തുക്കളെ, ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ഉന്നതമായ ആത്മീയ വളർച്ചയിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങളെ മനുഷ്യരെ തിരിച്ചറിയാൻ പഠിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ ഓരോ കാര്യത്തിനും വളരെ വ്യക്തമായി വിശകലനം ചെയ്യാൻ പ്രാപ്തരാണ്. ഗൂഢാലോചനകളും അപമാനിക്കാനുള്ള ശ്രമങ്ങളും എവിടെ ഒന്നിലധികം വ്യക്തികൾ നിങ്ങൾക്കെതിരെ പദ്ധതികൾ മെനയുന്നുണ്ട്. ഇവർ മനഃപൂർവ്വം നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എല്ലാവർക്കും നന്മ വരുന്ന ഒരു കാര്യം പറഞ്ഞാൽ പോലും അതിനെ അനാവശ്യമായി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാന വിനോദം. ഇവർ നിങ്ങളെ ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ തെറ്റായതുകൊണ്ടല്ല, മറിച്ച് അത് നിങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഉയർന്നു പോയാൽ അവർ താഴ്ന്നു പോകും എന്ന ഭയവും ഈഗോയുമാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ മറ്റാരും കേൾക്കാൻ പാടില്ല, നിങ്ങൾ ഒരിക്കലും ഒരു നേതാവാകാൻ പാടില്ല എന്ന നിഗൂഢമായ ആഗ്രഹവും ഇവർക്കുണ്ട്. സത്യത്തിൽ നിങ്ങളിൽ മറ്റുള്ളവരെ സ്വാന്തനിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങളോട് സംസാരിച്ചാൽ ആളുകൾക്കൊരു സമാധാനം ലഭിക്കും, ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും. ലീഡർഷിപ്പ് ക്വാളിറ്റിയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയും ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾ അവരെ ഭയപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഒരു മധ്യസ്ഥനായി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ ഗുണം തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ നെഗറ്റീവ് നോട്ടമാണ്. അതായത് ഇവരുടെ ഈവിൽ ഐക്ക് വലിയ പവറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ആരോടും വെളിപ്പെടുത്താതിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങൾ മൂന്നാമതൊരാൾ വഴി ഇവരിലേക്ക് എത്തുന്നുണ്ടാവാം. ആ ഇടനിലക്കാരെ തിരിച്ചറിഞ്ഞ് അവരോടുള്ള സംസാരം കുറയ്ക്കുക. അതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചോർത്തിക്കൊടുക്കാൻ ചാരനായി തന്നെ നിങ്ങൾക്കൊപ്പം ഒരാളുണ്ട്. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതി. അതിനു മുൻപേ വിളിച്ചു പറയുന്ന ശീലം മാറ്റുക. ഈ നെഗറ്റീവ് എനർജി നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾക്ക് മടി, അലസത, ഉറക്കക്കുറവ്, ഡിപ്രഷൻ ഇത്തരത്തിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവപ്പെടും. നെഗറ്റീവ് ഊർജം നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭവനത്തെ പോലും വലിയ രീതിയിൽ ബാധിക്കും. നമ്മുടെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടും.
അതുകൊണ്ടാണ് നാം പറയാറ് ഇത്തരം നെഗറ്റീവ് ഊർജം നമുക്കൊപ്പം എന്നും ഉണ്ടാവും. അത് മറ്റുള്ളവരാൽ നമുക്ക് കേൾക്കുന്ന ദൃഷ്ടിദോഷം, കണ്ണേറ്, പ്രാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശത്രുക്കളായിട്ടുള്ള ആളുകൾ നമുക്കെതിരെ പല നെഗറ്റീവ് ഊർജങ്ങളും പ്രയോഗിക്കും, നെഗറ്റീവ് ക്രിയകൾ ചെയ്യും. ഇങ്ങനെ നമ്മുടെ ജീവിതമാകെ താറുമാറാവുന്ന അവസ്ഥ ഉണ്ടാവും. അത് പലയാളും, ഇത് കേൾക്കുന്ന പലയാളും അനുഭവിച്ചവർ തന്നെയാണ്. ഒരു പരിധിവരെ ചില ആളുകൾ അതിൽ നിന്ന് മോചനം നേടിയവരുമുണ്ട്. ഇതെല്ലാം കാലത്തിൻ്റെ പ്രയാണത്തിൽ സംഭവിക്കുന്ന പല പ്രയാസങ്ങളുമാണ്. ഇതെല്ലാം അതിജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രപഞ്ചശക്തിയോട് നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം പറയുക. നിങ്ങൾക്കെതിരെ തിരിയുന്ന ആളുകളെ ദ്രോഹിക്കുവാനോ അവരുടെ കണ്ണുനീര് കാണുവാനോ അവരുടെ കണ്ണുനീരിന് നിങ്ങൾ കാരണമാവുകയോ ചെയ്യരുത്. ശത്രുക്കളെ തിരിച്ചറിയുക എന്നത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ജീവിതത്തിൽ നിങ്ങളെ വേട്ടയാടുന്ന ആ വേട്ടക്കാരനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു. ആ വേട്ടക്കാരനെ നിങ്ങളൊരു നിരീക്ഷണ വലയത്തിൽ നിർത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ കൂടുതൽ സമയമൊന്നും അത്തരം ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പാടുള്ളതല്ല. കാരണം നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം, നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് സർഗാത്മകമായി ലഭിച്ച കഴിവുകളാലോ, നിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു രീതിയിലുള്ള കഴിവുകൾ ആ പ്രപഞ്ചശക്തി നൽകും. ആ കഴിവ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന വിജയങ്ങൾ തന്നെയാണ്. അതാണ് നാം പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിച്ച കഴിവ് അത് തിരിച്ചറിയുകയും അതിലൂടെ നിങ്ങൾ മുന്നേറുകയും വേണം. നിങ്ങളുടെ വിജയം, നിങ്ങൾ സാമ്പത്തികപരമായോ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ തൊഴിൽ രംഗത്തോ ഉണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം ഇത്തരക്കാർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. പുറമേയുള്ള ശത്രുവേക്കാൾ ഭയക്കേണ്ടത് അകത്തുള്ള ശത്രു തന്നെയാണ്. ശത്രുക്കൾ നമുക്ക് പല വിധത്തിലുണ്ടാവാം. ജോലിസ്ഥലത്ത്, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ, അല്ല എങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവാം, അല്ല എങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കേണ്ട ഇങ്ങനെയുള്ള ആളുകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ നമുക്ക് ശത്രുവായി മാറുന്നത്. അത്തരം ആളുകളെ നമുക്ക് പ്രതിരോധിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യവും തന്നെയാണ്. പല ആളുകൾക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നതാണ് വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. സ്വന്തം രക്തബന്ധത്തിലുള്ള ശത്രുവിനെ പോലും തിരിച്ചറിയാൻ പറ്റാതെ ജീവിത പ്രതിസന്ധികളിൽ, കഷ്ടപ്പാടുകളിൽ വലയുകയാണ് പല ആളുകളും. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഈ പ്രപഞ്ചമെല്ലാം നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം താറുമാറാക്കിയ, നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയ, നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും സമാധാനമില്ലാത്ത ജീവിതത്തിലേക്ക് തള്ളിവിട്ട ആളുകളെയൊന്നും ഈ പ്രപഞ്ചം വെറുതെ വിടാൻ പോകുന്നില്ല. അവർക്കുള്ള തിരിച്ചടി എത്രയും പെട്ടെന്ന് ലഭിക്കും. നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ, നിങ്ങളെ വേദനിപ്പിച്ചതിനേക്കാൾ വേദനകളും യാതനകളും അവർ അനുഭവിക്കും. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, നിങ്ങൾ അവർക്കെതിരെ തിരിയാൻ പാടില്ല. അവരെ ഈ പ്രപഞ്ചം നോക്കിക്കൊള്ളും. അവർക്കുള്ള തക്കതായ ശിക്ഷ ഈ പ്രപഞ്ചം നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞാൽ പ്രപഞ്ചം നിങ്ങൾക്കെതിരെ തിരിയും. നിങ്ങൾ ഇത്രയും കാലം പിടിച്ചു നിന്ന എല്ലാ ശുദ്ധിയും ഇല്ലാതാവും. നിങ്ങളുടെ നിഷ്കളങ്കത തകർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാളുടെ കണ്ണുനീരിന് കാരണമാവരുത്. നിങ്ങൾ തുടർന്നും നിങ്ങളുടെ ജീവിത വിജയങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഇത്തരം ദ്രോഹിച്ച ആളുകളെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ അനുഭവിക്കുന്നത് നാം കാണാറില്ലേ? നാം തന്നെ പറയാറില്ലേ, അവർ ചെയ്തതിൻ്റെ കർമ്മഫലം തന്നെയാണ് അവർ ഇന്ന് അനുഭവിക്കുന്നതെന്ന്. അത്തരത്തിൽ ഇവരും അനുഭവിക്കും. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവുകയില്ല. ഈ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. കാരണം ചുറ്റുമുള്ള ധാരാളം ആളുകൾ ഇത്തരം ദുഷ്ടശക്തികൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചടികൾ ലഭിക്കുന്നത് നാം കാണുന്നത് തന്നെയാണ്. അത്തരത്തിൽ നിങ്ങളുടെ ശത്രുവിനും, നിങ്ങളെ അനാവശ്യമായി ദ്രോഹിച്ച ആ ഒരു ശത്രുവിനും തിരിച്ചുകളികൾ തുടങ്ങാൻ പോവുകയാണ്. നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. അത് പല വിധത്തിലായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുക. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ധാരാളമുണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോവുക. ആ ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ സമയം കളയരുത്. ആ ശത്രുക്കളെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവരെ നാം പറഞ്ഞതുപോലെ നിങ്ങളൊരു നിരീക്ഷണ വലയത്തിലാക്കി അവരുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾക്കെതിരെ ഏതൊക്കെ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഇത്തരം ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് മടി,
അലസത, ഉന്മേഷക്കുറവ്, മനസമാധാനക്കുറവ്, ഡിപ്രഷൻ, ആത്മഹത്യാ പ്രവണത, ഇത്തരത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ അതിജീവിക്കണം. അതിന് പ്രധാനമായും നാം ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ ആ പ്രപഞ്ചശക്തിയിൽ സമർപ്പിക്കുക. നിങ്ങളെ ഉപദ്രവിച്ചവർക്കുള്ള തിരിച്ചടികൾ ആ പ്രപഞ്ചശക്തി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള ഏറ്റവും വലിയ ഒരു ഇടം ഈ പ്രപഞ്ചം തന്നെയാണ്. നിങ്ങളുടെ വേദനകൾക്കും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും തക്കതായ പ്രതിഫലം നൽകുന്നതും ഈ പ്രപഞ്ചം തന്നെയാണ്. എല്ലാ കാലത്തും നിങ്ങളുടെ ജീവിതം ഇരുളടഞ്ഞതാവുകയില്ല. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നവരെ ഈ പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷ പ്രപഞ്ചം നൽകിക്കോളുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. ആ ഒരു ഘട്ടത്തിലാണ് നാം പറഞ്ഞതുപോലെ നിങ്ങളുടെ മടിയെയും അലസതയെയും മാറ്റി നിർത്തേണ്ടത്. അത് അവർക്ക് മുന്നിലുള്ള ഒരു തിരിച്ചടി കൂടിയായി നിങ്ങൾ കണക്കാക്കണം. നിങ്ങളുടെ ജീവിതം താറുമാറാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ മടിയും അലസതയും ഉറക്കക്കുറവ് ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവുന്നത്. അതിനെ അതിജീവിക്കാൻ നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രപഞ്ചം സ്വയം ഏറ്റുകൊള്ളൂ. എന്നാൽ അതുവരെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് ഇത്രയും കാലം നിങ്ങൾ ആർജിച്ച ഊർജ്ജവും നിങ്ങൾ മുന്നോട്ട് പോയതുമെല്ലാം വെറുതെയാവും. അങ്ങനെ വെറുതെ ഒന്നും നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതരായി മുന്നോട്ട് പോകണം. പ്രപഞ്ചം അവർക്കുള്ള തിരിച്ചടി നൽകുന്ന ദിവസത്തിനായാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത്. ആ ദിവസം എത്തുന്നതിന് മുൻപേ നിങ്ങൾ ജീവിത വിജയം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കണം. നിങ്ങളുടെ ശത്രു എത്ര വലിയ ശക്തനായാലും ധനികനായാലും അതേക്കുറിച്ചോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. ഈ പ്രപഞ്ചത്തിന് മുന്നിൽ അവരെല്ലാം ഒരു പുൽക്കൊടിയുടെ വില മാത്രമേ ഉള്ളൂ. തിരിച്ചടികൾ ലഭിക്കുന്ന സമയത്ത് അവരുടെ സമ്പത്തും അവരുടെ ആരോഗ്യമൊന്നും അവർക്കൊപ്പം ഉണ്ടാവുകയില്ല. ആ തിരിച്ചടി താങ്ങാനുള്ള ശേഷി പോലും അവർക്കുണ്ടാവുകയില്ല. കാരണം പ്രപഞ്ചത്തിന് മുന്നിൽ നാം പറഞ്ഞതുപോലെ ആരും ശക്തനല്ല. ഒരു സമ്പന്നതയ്ക്കും പ്രാധാന്യമില്ല. പ്രപഞ്ചം ഒരു നിമിഷം എല്ലാം ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേക്കുറിച്ചൊന്നും ഓർക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്തരം ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഈ പൂജാ വഴിപാടുകൾ വലിയ ആശ്വാസകരമായി തീരും. അത്തരം നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജ്ജങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. ധാരാളം ആളുകൾക്ക് ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത ആളുകളുണ്ട്. അത്തരം ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. ഇത്തരം ദുഷ്ടശക്തികളുടെ കൈകളിൽപ്പെട്ടവർക്ക് അതൊരു വലിയ ആശ്വാസകരമായിരിക്കും. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുക. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം തന്നെ എന്നത്തെയും പോലെ വിലയേറിയൊരു ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.